breath. ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നെഗറ്റീവ് ചിന്തകൾ വരുന്ന ടൈമിൽ നമ്മൾ നമ്മളെ തന്നെ മാനേജ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഈ നെഗറ്റീവിനെ കളയാനുള്ളത് എന്നിട്ടുള്ളതാണ്. ഒരു 5 മാർഗങ്ങളാണ് നമ്മൾ ഇതിനായിട്ട് പറയുന്നത്. ഇപ്പൊ നെഗറ്റീവ് ചിന്ത വന്നു കഴിയുന്ന ടൈമിൽ നിങ്ങൾക്കറിയാം, അത് നമ്മൾ ഒരു ചിന്തയായിരിക്കും വരുന്നത്, നമ്മൾ അതിനെ ശ്രദ്ധിക്കാത്തപ്പോൾ അടുത്തൊരു നെഗറ്റീവ് ചിന്ത വരും. ഇങ്ങനെ ഒരു തുടർച്ചയായിട്ട് വന്നിട്ടാണ് അതൊരു പാറ്റേൺ ആയിട്ട് രൂപപ്പെടുന്നത്. അപ്പം എന്ത് ചെയ്യുക? നമ്മൾ ഇങ്ങനെ വരുന്ന ടൈമിൽ ഇപ്പൊ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ചിന്തിക്കുന്നത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ, നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണോ പ്രയോജനമില്ലാത്തതാണോ, മറ്റുള്ളവരെ പറ്റിയിട്ടാണോ അതോ നിങ്ങളെ പറ്റിയിട്ടാണോ, ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക. നമ്മളുടെ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ്. മീൻസ് നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങുക. നമ്മളുടെ ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്തിലേക്ക് മാറും? മൈൻഡ്ഫുൾനെസ്സിലേക്ക് മാറാൻ തുടങ്ങും. അതായത് പ്രസന്റ് മൊമെന്റിലേക്ക് മാറാൻ തുടങ്ങും. അപ്പൊ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും? ചിന്തകളുടെ അളവ് കുറയാൻ തുടങ്ങും. ഇപ്പൊ നമ്മളൊരു പച്ചക്കറിയോ അരിയോ ആണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോക്കസ് ഓൺ ദാറ്റ്. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങും? ക്രമേണ ചിന്തകൾ നമ്മൾക്ക് കുറഞ്ഞു വരാൻ തുടങ്ങും. കുറെ കൂടെ ആ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവാൻ തുടങ്ങും. ഇനി നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകളൊക്കെ വന്നു, എങ്ങനെയാണ് ഇതിനെ റീപ്ലേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇതിനകത്ത് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ബുക്ക് ഒക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബുക്കൊക്കെ നിങ്ങളൊന്ന് വാങ്ങിച്ചു വെക്കണം. കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ആർക്കും അറിയാത്തതായിട്ടൊന്നും ഇല്ല. പക്ഷെ എന്ത് ചെയ്യത്തില്ല, നമ്മൾ ഇതൊന്നും ലൈഫിൽ അപ്ലൈ ചെയ്യാത്തത് കൊണ്ടാണ് പല പല കാര്യങ്ങളും നമുക്ക് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈവിട്ട് പോകുന്നതിനുള്ള റീസൺ. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റി വെക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കുക. മാത്രമല്ല അതിനനുസരിച്ച് പ്രാക്ടീസ് കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവത്തുള്ളൂ. കുറെ വീഡിയോസ് കണ്ടാലും കുറെ പുസ്തകം വായിച്ചാലും ഒന്നും ആരുടെയും ലൈഫ് കുറെ മാറ്റം ഉണ്ടാവും തൽക്കാലത്തേക്ക്. പക്ഷെ പെർമനന്റ് ആയിട്ട് ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ യു മസ്റ്റ് നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്യുക. ലോകത്ത് ആർക്കും വന്നിട്ട് ആരുടെയും മൈൻഡ്സ് മാറ്റാൻ പറ്റത്തില്ല. അവരവർ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ അവരവർക്ക് അവരവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് എല്ലാവർക്കും നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു മൂഡ് ഓഫ് ആയി പോകുന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ വന്ന ലോകം എന്ന് പറയുന്നത്, പണ്ട് ഈ അയൽവക്കക്കാരും നാട്ടുകാരെയും ഒക്കെ പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ അതിനേക്കാൾ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഏത്? ഈ സോഷ്യൽ മീഡിയക്കകത്തുള്ള കമന്റ് സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? നമ്മൾ എങ്ങും പോകേണ്ട കാര്യമില്ല, സോഷ്യൽ മീഡിയയിൽ കമന്റ് സെക്ഷനും അതുപോലെ തന്നെ ഈ ചീത്ത സീരിയലുകളൊക്കെ ഉണ്ടല്ലോ, അമ്മായിമ്മ മരുമോള് അടി, അങ്ങനെയുള്ള പ്രശ്നങ്ങളും വിഷം കലക്കി കൊടുക്കുക, ആ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്നൊരു സംഭവത്തിൽ നമുക്ക് അതൊക്കെ അഡിക്ഷൻ ആണ്. ആ അഡിക്ഷനൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ ക്രമേണ നമ്മൾക്ക് ഈ മൈൻഡിനെ ഫീഡ് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ ആൾക്കാരുടെ പരദൂഷണം പറച്ചില്, വല്ലവരുടെയുമായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മളെ എന്തിലേക്ക് നയിക്കുന്നത്? നെഗറ്റീവിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ചേഞ്ച് ആവാൻ കാരണം എന്ന് പറഞ്ഞത് നമ്മൾ പോലും അറിയാതെ ഈ ആൾക്കാരുടെ കമന്റുകളും ഈ വെബ് സീരീസുകളും എല്ലാം വാച്ച് ചെയ്ത് ഒക്കെയാണ് നമ്മളുടെ എനർജി എന്താവുന്നത്? ഡൗൺ ആവുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്തായിരിക്കണം? ഇൻക്രീസ് അവർ എനർജി. എന്ത് ചെയ്തിട്ടായിരിക്കും നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മെഡിറ്റേഷനോ പ്രയറോ ഒന്നും പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരുന്നിട്ട് ഡീപ് ബ്രീത്ത് ചെയ്യുക. ഇപ്പൊ ഡീപ് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ എല്ലാ സ്ഥലത്തും എന്ത് ചെല്ലാൻ തുടങ്ങും? നല്ല രീതിയിൽ ഓക്സിജന്റെ സപ്ലൈ ചെല്ലാൻ തുടങ്ങുന്ന ടൈമിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മളുടെ ചിന്തകൾ ക്രമേണ മാറാൻ തുടങ്ങും. മനസ്സിലായി? അപ്പൊ ഒരു 2, 3, 4, 5 പ്രാവശ്യം നമ്മൾ ഡീപ് ബ്രീത്ത് എടുക്കുക. അപ്പൊ കുറച്ചു നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഹോൾഡ് ചെയ്യുക, അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട്. ദെൻ അത് നിങ്ങൾ വായിൽ കൂടെ റിലീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി ഈസി ആയിട്ട് പോസിറ്റീവ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഡീപ് ബ്രീത്ത് എടുക്കുക. അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾക്ക് പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ അതായത് നമ്മൾ ഈ ടൂറൊക്കെ പോകാൻ നമുക്ക് താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിപ്പോ ഒരു ബീച്ചിൽ പോകാനായാലും ഒരു ഫോറസ്റ്റിനകത്ത് പോകാനായാലും പുഴയുടെ അടുത്ത് പോകാനായാലും ഒക്കെ നമുക്ക് താല്പര്യം എന്തുകൊണ്ടാണ്? ഫുഡ് കഴിക്കുന്നതിനേക്കാൾ താല്പര്യം നമുക്ക് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ്? നമ്മളുടെ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കലി പ്രകൃതി തന്നെ നമ്മൾക്ക് ഹീലാക്കി തരും. ഹീലാക്കുക മീൻസ് സുഖപ്പെടുത്തി തരും. അപ്പൊ നമ്മൾ ഇത് എല്ലാ ദിവസവും നമുക്ക് ടൂർ പോകാനൊന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ നമുക്കൊരു ഗാർഡൻ ഒക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ആ പൂവിനെയൊക്കെ ആയാലും ജസ്റ്റ് ഒന്ന് തലോടി, പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വൃക്ഷത്തെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? നമ്മളുടെ മനസ്സിലുള്ള കുറേയധികം പ്രശ്നങ്ങൾ ആരൊന്ന് ഏറ്റെടുത്തോളും? ഈ പ്രകൃതി തന്നെ അങ്ങ് ഏറ്റെടുത്തോളും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഗ്രൗണ്ടിങ് ചെയ്യണം. കാര്യം നമുക്ക് ഇഷ്ടം പോലെ നെഗറ്റീവ് എനർജി ഉണ്ട്. എല്ലാവരും പറയും പിന്നെ ഗ്രൗണ്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ എക്സസ് ആയിട്ടുള്ള എനർജി നമ്മൾ ഭൂമിയിലേക്ക് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം പിന്നെ എന്ത് ചെയ്യാം? നമ്മൾ നഗ്നപാതരായിട്ട് ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ
വീട്ടില് ഈ പറയുന്ന എല്ലാ ടൈൽസും ഒക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മണ്ണെന്ന് പറഞ്ഞ സംഭവം കിട്ടാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്ലേസ് നിങ്ങൾ നോക്കിയിട്ട് അത് നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഒരു 2-3 മിനിറ്റ്സ് എങ്കിലും ഡെയിലി നിങ്ങൾ ഗ്രൗണ്ട് ചെയ്യുക. ഗ്രൗണ്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു കൃത്യമായിട്ട് ആ ഒരു കാലിന്റെ താഴ്വശത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ഓൺ ദാറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി ഭൂമിയിലേക്ക് പോകുന്നതായിട്ടും ഭൂമിയിൽ നിന്നുള്ള കംപ്ലീറ്റ് പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് തിരിച്ചു കയറുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. മനസ്സിലായി? എങ്കിലാണ് മാത്രമേ നിങ്ങളുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് ഗ്രൗണ്ടിങ് നടക്കുന്നത്. ഫോക്കസ് ഓൺ ചെറുകെ. ഇപ്പൊ ഇത് പ്രധാനമായിട്ടും നല്ല 2 ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന ടൈമിലും സൂര്യൻ അസ്തമിക്കുന്ന ടൈമിലും ആണെങ്കിൽ ഇത് ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി പ്രകൃതിയെ നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് നിങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല, നിങ്ങളുടെ വീട്ടിലുള്ളത് തന്നെ ആയിട്ടുള്ള ചെടികളോ അല്ലെങ്കിൽ ഈ ആലൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ ടെമ്പിളിലൊക്കെ പോകുന്ന ടൈമിൽ അതിന്റെയൊക്കെ ചോട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ എല്ലാം വരത്തുള്ളൂ. കുറേയധികം ഓക്സിജൻ സപ്ലൈ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് കട്ട് ഓഫ് നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ എൻവയോൺമെന്റ് നമ്മൾ മാറിപ്പോവുക. കാരണം എല്ലാ ആൾക്കാരെയും നമുക്ക് എപ്പോഴും ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ബൗണ്ടറി കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിനെ ശരിയാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മനസ്സമാധാനം ഇല്ല എങ്കിൽ ഒന്നുമില്ലാത്തതിന് തുല്യമാണല്ലോ. സോ നമ്മളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന ബോധം നിങ്ങൾക്ക് ഓരോ നിമിഷവും ഉണ്ടായിരിക്കണം. സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും നിങ്ങളുടെ ഗോളുകൾക്കും നിങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമായിട്ടായിരിക്കണം നിങ്ങളുടെ എപ്പോഴുമുള്ള ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ സെലക്റ്റീവ് ആയിട്ട് ഇരിക്കണം. അല്ലെങ്കിൽ ഒരു ബൗണ്ടറി കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അല്ല എങ്കിൽ അത് തന്നെ മതി നമ്മളുടെ മനസ്സമാധാനം കളയാൻ വേണ്ടിയിട്ട്. സോ നാലാമത്തെ പോയിന്റ് ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് റീഡ് ഓർ ലിസൺ. അതായത് നല്ല സത്സംഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാവുന്നതാണ്, അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ നമുക്ക് കേൾക്കാവുന്നതാണ്. ഒത്തിരി അങ്ങ് ഓവർ ആവരുത്. ഒരു 5 to 10 മിനിറ്റ്സ് നിങ്ങൾക്ക് അത് കേൾക്കാം. അല്ലെങ്കിൽ ഈ സത്സംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഭജന കീർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേവാലയങ്ങളിലൊക്കെ പോകാവുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാവുന്നതാണ്? ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഓറയിൽ ബാധിച്ചിരിക്കുന്ന കുറേയധികം പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വഴിയിട്ട് ഇല്ലാതായി മാറുന്നുണ്ട്. അവിടെ ഒരു തിളക്കം സംഭവിക്കുന്നുണ്ട് കുറച്ച് സമയത്തേക്ക്. അപ്പം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുക? കുറച്ച് നിങ്ങൾക്ക് സെൽഫ് ഹെൽപ്പ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിലൊക്കെ നോക്കിച്ചാൽ മതി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള പിന്നെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഒരു 2-3 പേജസ് എങ്കിലും വായിക്കുക. കാരണം അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഈ പറയുന്ന ബുക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് 100 ഫ്രണ്ട്സിന് തുല്യമാണ്. പക്ഷെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ലൈബ്രറിക്ക് തുല്യമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് ഈ വന്ന കാലത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടാനുള്ളതും എല്ലാവർക്കും കൂടുതലും അസൂയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും നമ്മളുടെ എനർജി കീപ്പ് ചെയ്യേണ്ടത് നമ്മളുടെ അത്യാവശ്യമായതുകൊണ്ടും നമ്മൾ ഇങ്ങനെയുള്ള ബുക്കുകൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്യുക. ഒരു കാര്യം വീഡിയോ ലിസൺ ചെയ്തതിനേക്കാളും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉള്ളിൽ പരിവർത്തനം ഉണ്ടാവുന്നത് എങ്ങനെയായിരിക്കും? ഈ ബുക്ക് വായിക്കുമ്പോഴാണ്. വെറുതെ നമുക്ക് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യാം? വീഡിയോ കേൾക്കാം. പക്ഷേ നമുക്ക് ബുക്ക് വായിക്കണമെങ്കിൽ നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫോക്കസ് ഇല്ലാതെ നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഈ ബുക്ക് വായിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റീവയർ ചെയ്യും. എന്ന് പറഞ്ഞിട്ട് സാഡ് ആയിട്ടുള്ള നോവൽസ് ഒന്നും എടുത്തു വെച്ച് വായിക്കരുത്. നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം, അതായത് നിങ്ങളുടെ മൈൻഡിനെ റീവയർ ചെയ്യുന്ന ഈ ജോസഫ് മർഫിയുടെയൊക്കെ ബുക്കുകളുണ്ട്, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, അങ്ങനെയുള്ള കുറേയധികം ബുക്കുകൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ഇതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് വരും. അവയർനെസ് ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് ഓട്ടോമാറ്റിക്കലി ഹീൽ ആവാൻ തുടങ്ങും. നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ സാധിക്കുന്നതാണ്. അപ്പം മനസ്സിലായല്ലോ? അതായത് നമ്മളിപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ചേഞ്ച് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ചായ ഗ്ലാസ് കഴുകാതെ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നില്ലേ? പിന്നെ അതിന്റെ സ്മെല്ലും അതിനകത്തോട്ട് കൈ കഴുകുന്നതും ഒക്കെ ഓർത്തിട്ട്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ എന്തായാലും സംഭവിച്ചു, അത് ബാഡാണ് നമ്മൾക്ക് അറിയാം. പക്ഷെ നമ്മൾ വെള്ളം ഒഴിക്കും തോറും ഇതിനകത്തെ വെറുതെ ഒരു വാഷ് ബേസിന്റെ കീഴിൽ കൊണ്ടുവച്ചിട്ട് ആ ഗ്ലാസ്സിനകത്തോട്ട് വെള്ളം ഒഴിക്കുമ്പോഴും ഗ്ലാസ് വൃത്തിയാകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ലൈക്ക് വൈസ് നമ്മളുടെ മനസ്സ് ഫുൾ ഓഫ് കണ്ടാമിനേഷൻ ആയിരിക്കും. ആ പറയുന്ന സംഭവത്തിനകത്തോട്ടേക്ക് നമ്മൾ ഈ പറയുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഭജനകൾ കേൾക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ പോകുന്ന ടൈമിൽ എന്ത് ചെയ്യും? നമ്മളുടെ ആ ഓറ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി ഇതേ പ്രോസസ് തന്നെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്, നമ്മൾ അറിയാറ്. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുന്ന ടൈമിൽ നെഗറ്റീവിനേക്കാൾ കൂടുതൽ നമ്മൾ പോസിറ്റീവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് വരുന്നതാണ്? നമ്മുടെ ലൈഫും ക്രമേണ മാറാൻ തുടങ്ങുക. അപ്പൊ അതും നമുക്കൊരു വഴിയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം
ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് തന്നെയാണ്? ബ്ലഡ് ആണ് അല്ലെ. ഇപ്പൊ 70% നമ്മുടെ ശരീരത്തിലെ വാട്ടർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാട്ടർ ഒരു സ്ഥലത്ത് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് ഫുൾ ഓഫ് മലിനമായിട്ടാണ് കിടക്കുന്നത്. അതായത് കുറച്ച് ദിവസം നമ്മളിങ്ങനെ ഒരു കുപ്പിക്കകത്തൊരു വെള്ളം എടുത്ത് വെച്ച് വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പായൽ പിടിക്കത്തില്ലേ. ലൈക്ക് വൈസ് നമ്മൾ അത് മൂവ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഈ പറഞ്ഞിരിക്കുന്ന പോലെ പിന്നെ പായലും ഇതൊക്കെ പൂപ്പലും ഒക്കെ പിടിച്ചിട്ട് പിന്നെ അത് അവിടെ ഭയങ്കരമായിട്ടൊരു മലിനമായിട്ടിരിക്കും. ഇതേ അവസ്ഥ തന്നെയാണ് മനുഷ്യർ മൂവ് ചെയ്യാതിരിക്കുന്ന ടൈമിൽ. ഇപ്പൊ ഏറ്റവും പ്രശ്നം എന്താണ്? നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു വിഷമമായിട്ടൊരു സിറ്റുവേഷൻ നമുക്ക് വന്നു, അത് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പോയിട്ട് അങ്ങ് കടന്ന് കരഞ്ഞു, നിലവിളിച്ചു, ഇതൊക്കെ ആയിരിക്കും നോർമലി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇരുന്നിടത്ത് തന്നെ അങ്ങ് ഇരുന്നു, അതിനെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും ആലോചിച്ചു. ആ സിറ്റുവേഷൻ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? പൂർണ്ണമായിട്ടും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും? ആ പ്രോബ്ലത്തിലേക്ക് ഫോക്കസ് ചെയ്യാതെ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. എന്തായാലും സംഭവിച്ചു, അതിനെ നമ്മൾ എന്ത് ചെയ്യുക? പൂർണ്ണമായിട്ടും അംഗീകരിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാവുന്നതാണ്? നമ്മുടെ ബോഡി മൂവ് ചെയ്യുക. അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫോൺ അപ്പുറത്തോട്ട് മാറ്റി വെക്കുക, ഫോൺ എടുത്തുകൊണ്ട് വരിക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കോൺഷ്യസ്ലി നമ്മൾ ചെയ്തു നോക്കണം. അതായത് ഒരിടത്ത് തന്നെ ഇരിക്കുക എന്നുള്ള പരിപാടി നിങ്ങളത് നിർത്തുക. ഒരു 20 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരം മൂവ് ചെയ്യുക. നിങ്ങൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ പോലും വല്ലവരോടും ഫയലൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയാതെ സ്വന്തമായിട്ട് ആ ഒരു ഫയലൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വരാനുള്ള ഒരു രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന മലിനമായിട്ടുള്ള ബോഡി മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്താവണം? നമ്മൾ ശുദ്ധമായിക്കൊണ്ടേയിരിക്കും. ഇനി അത് ഈ ബോഡി മൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മളെ കൊണ്ട് നമ്മുടെ മനസ്സിന് സാറ്റിസ്ഫൈ ചെയ്യാവുന്ന, നമ്മുടെ മനസ്സിനൊരു ഇതും ഉണ്ടായിരിക്കുമല്ലോ നമ്മളെ പറ്റിയൊരു ഐഡിയ, അതിന് പറ്റുന്ന ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു 2 വർഷത്തിനുള്ളിൽ ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ആ ഗോളിലേക്ക് ആയിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ടൈമിൽ, നമ്മളെ കളിയാക്കുന്ന ടൈമിലും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നത്. സോ അതേസമയം നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഗോളിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും ആക്ഷൻസ് എടുക്കുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ ചെറിയ പ്രശ്നങ്ങളായിട്ട് തോന്നും. സോ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ തുടങ്ങുക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മളുടെ എനർജി ഇൻക്രീസ് ചെയ്യുക. എന്ത് വേണം? ഡീപ് ബ്രീത്തിങ്. എഴുതി വെക്കണം ഇതെല്ലാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക. അത് പുഴയുടെ തീരത്ത് പോകാം, അല്ലെങ്കിൽ ബീച്ചിൽ പോകാം, പിന്നെ എന്തോ നമ്മളുടെ വൃക്ഷങ്ങളുടെ അടുത്തൊക്കെ പോകാം. മൂന്നാമത്തെ പോയിന്റ് ടോക്സിക് എൻവയോൺമെന്റ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള ഒരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മളുടെ ലക്ഷ്യങ്ങളും നമ്മളുടെ ഗോൾസും അച്ചീവ് ചെയ്യാൻ നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് സർക്കിളിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി ശ്രമിക്കുക. നാലാമത്തെ പോയിന്റ് ആണ് നല്ല നല്ല കാര്യങ്ങൾ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ലിസൺ ചെയ്യുക, ഭജന പോലെയൊക്കെയുള്ള കാര്യങ്ങൾ. ആൻഡ് അഞ്ചാമത്തെ പോയിന്റ് നമ്മളുടെ ശരീരവും മൂവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ്, നമുക്ക് ലക്ഷ്യബോധം ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നത്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് മാറാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.